പ്രൈസ് ലോർഡ്. വേദശാസ്ത്രത്തിൻ്റെ 4ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 4ാമത്തെ എപ്പിസോഡിൽ വചനം അനുസരിച്ചില്ലെങ്കിൽ നമ്മൾക്ക് സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ കഴിഞ്ഞ 2 ക്ലാസ്സിൽ ഒന്നാമതായി നമ്മൾ കണ്ടു വചനം അനുസരിച്ചില്ലെങ്കിൽ നമ്മൾ ഇടറിപ്പോകും. രണ്ടാമതായി നമ്മൾ കണ്ടു വചനം അനുസരിച്ചില്ലെങ്കിൽ നമ്മൾ തെറ്റിപ്പോകും. മൂന്നാമതായിട്ട് വചനം നമ്മൾ അനുസരിച്ചില്ലെങ്കിൽ വീണു പോകും എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത്. മത്തായി സുവിശേഷം 7-ാം അധ്യായം അതിൻ്റെ 24 മുതലുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. ആകയാൽ എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനൊക്കെയും പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകുന്നു. വന്മഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റടിച്ചു, ആ വീട്ടിന്മേൽ അലച്ചു, അത് പാറമേൽ അടിസ്ഥാനമുള്ളതാകിയാൽ വീണില്ല. എന്നിട്ട് 26-ാം വാക്യം പറയുന്നു, എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യാത്തവനൊക്കെയും മണലിന്മേൽ വീട് പണിത മനുഷ്യനോട് തുല്യനാകുന്നു. വന്മഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റടിച്ചു, ആ വീടിന്മേൽ അലച്ചു, അത് വീണു, അതിൻ്റെ വീഴ്ച വലിയതായിരുന്നു. അപ്പോൾ ഇവിടെ വചനം കേട്ട് അനുസരിക്കാത്ത ഒരു മനുഷ്യൻ, ഇവിടെ വന്മഴ ചൊരിഞ്ഞ് നദികൾ പൊങ്ങി മണലിന്മേൽ വീട് പണിത ആ മനുഷ്യന്റെ വീട് വീണതുപോലെ വചനം കേട്ട് അനുസരിക്കാത്ത മനുഷ്യൻ വീണു പോകും എന്നാണ് വചനത്തിൽ എഴുതിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ വചനം കേട്ട് കഴിയുമ്പോൾ എന്ത് ചെയ്യണം? ഈ വചനത്തെ നമ്മൾ എന്ത് ചെയ്യണം? അനുസരിക്കുന്നവരാകണം. വചനത്തെ അനുസരിക്കാത്തവരാണ് പലപ്പോഴും എന്ത് ചെയ്യുന്നത്? വീണു പോകുന്നത്. പലപ്പോഴും വചനം കേട്ടിട്ടും അതിനെ തള്ളിക്കളയുന്ന അനേകരുണ്ട്. അതുകൊണ്ടാണ് ഈ സങ്കീർത്തനങ്ങളുടെ പുസ്തകം 107-ാം സങ്കീർത്തനം അതിൻ്റെ 10-ാം വാക്യം ഞാൻ വായിക്കുന്നു. 107-10 അവിടെ ഇങ്ങനെ പറയുന്നു, ദൈവത്തിന്റെ വചനങ്ങളോട് മത്സരിക്കുകയും അത്യുന്നതന്റെ ആലോചനയെ നിരസിക്കുകയും ചെയ്തിട്ട് ഇരുളിലും അന്ധതമസ്സിലും ഇരുന്നു അരിഷ്ടതയാലും ഇരുമ്പ് ചങ്ങലയാലും ബന്ധിക്കപ്പെട്ടു പോയവർ. അപ്പൊ ദൈവത്തിന്റെ വചനങ്ങളോട് മത്സരിച്ചാൽ എന്തുണ്ടാകും? ആ ഇരുളിലും അന്ധതമസ്സിലും ഇരുന്ന് അരിഷ്ടതയാലും ഇരുമ്പ് ചങ്ങലയാലും ബന്ധിക്കപ്പെട്ടു പോയവർ, അവരുടെ ഹൃദയത്തെ ദൈവം കഷ്ടത കൊണ്ട് താഴ്ത്തി, അവർ ഇടറി വീണു, സഹായിപ്പാൻ ആരും ഉണ്ടായിരുന്നില്ല. കേട്ടോ, അവിടെ ഇടറി വീണു എന്ന് പറയുന്നത്. അപ്പോൾ ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോൾ രക്ഷിക്കപ്പെടണമെന്ന് നമ്മൾ കേട്ടാൽ രക്ഷിക്കപ്പെടണം. സ്നാനപ്പെടണമെന്ന് ദൈവത്തിന്റെ വചനത്തിൽ കേട്ടാൽ സ്നാനപ്പെടണം. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണമെന്ന് വചനത്തിൽ കേട്ടാൽ നമ്മൾ അതിനെ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും പ്രാപിക്കുകയും ചെയ്യണം. വേർപാടോട് ജീവിക്കണമെന്ന് കേട്ടാൽ നമ്മൾ വിശുദ്ധിക്കും വേർപാടോട് ജീവിക്കണം. അപ്പം നുറുക്കണം, അല്ലെ കൂട്ടായ്മയായിരിക്കണം, പ്രാർത്ഥിക്കണം. ഇതൊക്കെ ദൈവത്തിന്റെ അടിസ്ഥാന വചനങ്ങളിലുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ ഓരോ വചനം കേൾക്കുമ്പോഴും മത്സരിച്ച് നിൽക്കാതെ, സ്നാനം എന്ന് പറയുന്നത് ദൈവത്തിന്റെ കൽപ്പനയാണ്, മനുഷ്യന്റെ കൽപ്പനയല്ല. യേശുവിനോട് ചേരുന്നതാണ് സ്നാനം. അപ്പോൾ ദൈവത്തിന്റെ കൽപ്പന നമ്മൾ അനുസരിക്കാതെ മുന്നോട്ട് പോകുമ്പോൾ വചനം പറഞ്ഞ അവരുടെ ഹൃദയത്തെ അവൻ കഷ്ടത കൊണ്ട് താഴ്ത്തി, അവർ ഇടറി വീണു, സഹായിപ്പാൻ ആരും ഉണ്ടായിരുന്നില്ല. പിന്നെ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? 13-ാം വാക്യം പറയാണ്, അവർ തങ്ങളുടെ കഷ്ടതയിൽ യഹോവയോട് നിലവിളിച്ചു, അവൻ അവരുടെ ഞെരുക്കങ്ങളിൽ നിന്ന് രക്ഷിച്ചു. അപ്പോൾ ഒറ്റ വഴിയേ ഉള്ളൂ. ഇനി നമുക്ക് രക്ഷ എവിടെ വേണം? ദൈവത്തിങ്കിൽ നിന്ന് മാത്രമേ രക്ഷയുള്ളൂ. കാരണം ഒരു മനുഷ്യൻ ബന്ധിച്ചാൽ ദൈവത്തിന് നമ്മളെ വിടുവിക്കാം, സാത്താൻ നമ്മളെ ബന്ധിച്ചാൽ ദൈവത്തിന് വിടുവിക്കാം. പക്ഷെ ദൈവം നമ്മളെ ബന്ധിച്ചാൽ ഉലകത്തിലെ ഒരു ശക്തിക്ക് നമ്മളെ വിടുവിപ്പാൻ കഴിയത്തില്ല. പിന്നെ ദൈവസ്ഥലിൽ നെടുമ്പാടെ വീണ് കരയണം, അവയെ വില കൊടുത്ത് നമ്മൾ പിന്നെ പ്രാർത്ഥിക്കേണ്ടി വരും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ആരെങ്കിലും ദൈവവചനം കേട്ടിട്ട് അനുസരിക്കാതെ മുന്നോട്ട് പോകുന്നെങ്കിൽ ദൈവസ്ഥലിൽ സമർപ്പിച്ച് എത്രയും വേഗം വചനത്തിന് മുമ്പിൽ സമർപ്പിച്ച് നമ്മൾ അനുസരിക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ നമുക്കറിയാം, ഈ വചനം അനുസരിക്കാത്ത അനേകരുണ്ട്. കാരണം ഈ വചനത്തിൽ ഉറച്ചു നിന്നാൽ ആ മനുഷ്യന് നിലനിൽപ്പുണ്ട്, അല്ലെ? നമുക്കറിയാം, ഈ തേക്കുമരം, നമുക്കറിയാം തേക്കുമരം. ഈ വലിയ പർവ്വതങ്ങളുടെ മുകളിൽ നിൽക്കുന്ന തേക്കുമുണ്ട്, നമ്മൾ നനച്ച് വളർത്തിയെടുക്കുന്ന തോട്ടങ്ങളിൽ നിൽക്കുന്ന തേക്കുമുണ്ട്. അപ്പൊ ഇത് തമ്മിൽ വ്യത്യാസമുണ്ട്. തോട്ടങ്ങളിൽ നിൽക്കുന്ന തേക്ക് ഭയങ്കര വണ്ണമായിരിക്കും, പക്ഷെ അതിൻ്റെ ഉള്ളിലെ കാതൽ തീരെ കുറവായിരിക്കും. നല്ല ഒരു കച്ചവടക്കാരൻ വന്നു കഴിഞ്ഞാൽ അദ്ദേഹം എപ്പോഴും ഇച്ചിരി വണ്ണം കുറവാണെങ്കിലും മലമുകളിൽ നിൽക്കുന്ന തേക്കെ തിരഞ്ഞെടുക്കും. കാരണം ആ തേക്ക് പലവിധമായ കാറ്റും പ്രശ്നങ്ങളും മഴയും ഒക്കെ തരണം ചെയ്ത് ആടി ഒലഞ്ഞ് ഇതിന്റെ വേര് ആഴങ്ങളിലേക്ക് ഇറക്കും. അങ്ങനെ ഇറക്കി ആഴങ്ങളിൽ നിന്ന് വെള്ളം വലിച്ചെടുത്ത് അങ്ങനെ
ഇതിന് ഒരുപാട് വണ്ണമില്ലെങ്കിലും എന്ത് ചെയ്യും, ഉള്ളത് നല്ല കാതലായിരിക്കും. ആമേൻ. അപ്പൊ അതുകൊണ്ട് ഈ പ്രശ്നങ്ങളുടെ ഇടയിൽ നിന്ന് ആടി ഒലഞ്ഞ് വേരൊക്കെ താഴത്തേക്ക് ഇറക്കിയത് കൊണ്ട് ഇത് പെട്ടെന്ന് വീഴില്ല. പക്ഷെ നനപ്പറമ്പിൽ നിൽക്കുന്ന തേക്കൊക്കെ ഉണ്ടല്ലോ, ശക്തമായിട്ടൊരു കാറ്റ് ഊതിയാൽ എന്ത് ചെയ്യുന്ന അറിയാമോ, അത് എടുത്തടിച്ച് താഴെ വീഴും. അതിന്റെ കാര്യം ഇതിന് മുകളിൽ നിന്ന് നനച്ചു കൊടുക്കുന്നതുകൊണ്ട് ഇതിന്റെ വേര് ആഴത്തിലേക്ക് പോകുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്ന മനുഷ്യനെ ഒരിക്കലും വീഴ്ചയുണ്ടാവില്ല. കാരണം അവൻ കരുത്താർജിച്ചിരിക്കും, അവൻ ദൈവത്തിനോട് എപ്പോഴും ബന്ധമുള്ളവനായിരിക്കും. ഈ പ്രശ്നങ്ങളിൽ കൂടെ ഒക്കെ കടന്നുപോയിട്ട് അവൻ ആമേൻ ദൈവശക്തി അവൻ പ്രാപിച്ചിരിക്കുന്ന മനുഷ്യനായതുകൊണ്ട് അവനെ തോൽപ്പിക്കാൻ ഒരു പിശാചിനും കഴിയത്തില്ല. ആമേൻ. നമുക്കറിയാം അനേകര് വീണുപോയിട്ടുണ്ട്, ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിക്കാതെ, ദൈവത്തിന്റെ വചനം അനുസരിക്കാതെ അനേകർ വീണുപോയതായിട്ട് ബൈബിൾ പറഞ്ഞുണ്ട്, അല്ലെ? ഇപ്പോൾ നമുക്കറിയാം ദൈവത്തോട് മത്സരിച്ച ലൂസിഫർ എന്ത് ചെയ്തു, വീണുപോയി എന്ന് ബൈബിൾ പഠിപ്പിക്കുന്നു. അതേപോലെ ആദാം ദൈവകൽപ്പന ലംഘിച്ചു, ആദാം വീണുപോയി. അതേപോലെ ഇസ്രായേൽ മക്കള് മരുഭൂമിയിൽ പട്ടുപോയി 40 വർഷം അവർ മരിച്ച് ഒടുങ്ങും വരെ എന്ത് ചെയ്തു, അവരെ 40 വർഷം ചുറ്റി നടത്തിയെന്നാ പറയുന്നത്. കണ്ടോ, അവരും ദൈവകൽപ്പന അനുസരിക്കാതെ ദൈവത്തോട് മത്സരിച്ചത് കൊണ്ട് അവരും പട്ടുപോയി. അതുപോലെ ദാവീദ് അല്ലേ ബേർശേബയുമായിട്ട് പാപം ചെയ്തു, ദാവീദ് വീണുപോയി. കണ്ടോ, ആ വചനം അനുസരിക്കാത്ത കൊണ്ടാ. അവൻ യുദ്ധത്തിന് പോകേണ്ടവൻ യുദ്ധത്തിന് പോകാതെ അവൻ എന്ത് ചെയ്തു, ആ മാളിക മുറിയിൽ ഉലാവിക്കൊണ്ടിരുന്നപ്പോഴാണ് എന്ത് ചെയ്തേ, പാപം ചെയ്യാനുള്ള സാഹചര്യം കടന്നു വന്നത്. അപ്പോൾ ദൈവം പറഞ്ഞ കാര്യങ്ങൾ എന്ത് ചെയ്യണം, നമ്മൾ അനുസരിക്കണം. അതേപോലെ ഹുമനിയോസും അലക്സാണ്ടറും 1 തിമോഥെയോസ് ലേഖനം 1:19-20 അത് വിശ്വാസ കപ്പൽ തകർന്നു പോയി എന്ന് പറയുന്നു. അവരും ദൈവകൃപ വിട്ടുപോയി. കണ്ടോ, വചനത്തിൽ ആശ്രയിക്കാത്തത് കൊണ്ടാണ്. പക്ഷെ യോസഫിനെ കുറിച്ച് പഠിക്കുന്നു, അവൻ ദൈവത്തെ ഭയപ്പെട്ടത് കൊണ്ട് പൊത്തിഫറിന്റെ ഭാര്യയുമായിട്ട് എന്ത് ചെയ്തില്ല, പാപം ചെയ്തില്ല. അതുകൊണ്ട് അവൻ വിശുദ്ധിക്ക് വേണ്ടി നിന്നും അവൻ വീണുപോയില്ല. ഇയ്യോബ് ദൈവഭക്തനായിരുന്നു, അവൻ ദൈവത്തിന്റെ കൽപ്പനകളെ അനുസരിച്ച് ഭക്തനായി ജീവിക്കുന്നതുകൊണ്ട് ഇയ്യോബ് വീണുപോയില്ല. അതുപോലെ പൗലോസ് ദൈവകൽപ്പന അനുസരിച്ച് അതുകൊണ്ട് പൗലോസും വീണുപോയില്ല. പൗലോസ് അവസാനം പറഞ്ഞ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. ഓട്ടം തികച്ചവനാണ് പൗലോസ്. എന്നിട്ട് പറയുന്നു, എനിക്ക് മാത്രമല്ല എന്നെ പോലെ പ്രത്യാശ വെച്ചിരിക്കുന്ന ഏവർക്കും ഈ കിരീടം പ്രാപിപ്പാനിടയാകും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ലോകത്തെയും പാപത്തെയും ജയിച്ച് ട്രാക്കിൽ കൂടെ തന്നെ ഓടി എന്ത് ചെയ്യണം, ഈ ഓട്ടത്തെ പൂർത്തീകരിക്കേണ്ടത് ആവശ്യമാണ്. ഓട്ടക്കളത്തിലോടുന്നവർ അനേകരെങ്കിലും വിരുദ് പ്രാപിക്കുന്ന ഒരുവനേ ഉള്ളൂ, നിങ്ങളും പ്രാപിപ്പാൻ തക്കവണ്ണം ഓടുവീൻ. കണ്ടോ, അപ്പൊ നമ്മൾ ഓട്ടക്കളത്തിൽ ഒരിക്കലും പരാജയപ്പെട്ടു പോകരുത്. നമ്മൾ ദൈവവചനത്തിൽ എന്ത് ചെയ്യണം, ആശ്രയിച്ചു നിന്നാൽ നമുക്ക് ഒരിക്കലും വീഴ്ച സംഭവിക്കുകയില്ല. അതുകൊണ്ടാണ് 119 സങ്കീർത്തനം 165 വാക്യം പറയുന്നു, നിന്റെ ന്യായപ്രമാണത്തോട് പ്രിയമുള്ളവർക്ക് മഹാസമാധാനമുണ്ട്, അവർക്ക് വീഴ്ചയ്ക്ക് സംഗതി ഏതുമില്ല. കണ്ടോ, ദൈവത്തിന്റെ വചനത്തിൽ ആശ്രയിക്കുന്ന, വചനമനുസരിക്കുന്ന, ന്യായപ്രമാണത്തോട് പ്രിയമുള്ളവർക്ക് മഹാസമാധാനം, വെറും സമാധാനമല്ല. അപ്പൊ നമ്മുടെ സമാധാനം നഷ്ടപ്പെട്ടു പോകുന്നുണ്ടെങ്കിൽ നമുക്ക് ദൈവവചനത്തിൽ വലിയ ആശ്രയമില്ല, ദൈവവചനത്തിൽ നമുക്കൊരു രസമില്ല, അല്ലെങ്കിൽ ദൈവവചനത്തിൽ ഒരു ആനന്ദം നമ്മൾ കണ്ടെത്തുന്നില്ല. അതുകൊണ്ടാണ് നമുക്ക് സന്തോഷം, സമാധാനം നിലനിർത്തിക്കൊണ്ടുപോകാൻ കഴിയാത്തത്. എന്നിട്ട് പറഞ്ഞു, അവർക്ക് വീഴ്ചയ്ക്ക് സംഗതി ഏതുമില്ല. ആർക്ക്? അവന്റെ ന്യായപ്രമാണത്തിൽ സന്തോഷിക്കുന്നവർക്ക്. അങ്ങനെയെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ ആശ്രയിക്കണം. ആമേൻ. അതുകൊണ്ടാണ് ലൂക്കോസ് സുവിശേഷം 22-ാം അധ്യായം അതിന്റെ 31-32 വാക്യങ്ങളിൽ അല്ലേ പത്രോസിനെ കുറിച്ച് പറയുന്നുണ്ട്. ലൂക്കോസ് അതിന്റെ 22-ാം അധ്യായം അതിന്റെ 31-32 വാക്യങ്ങൾ അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, ശീമോനെ ശീമോനെ, സാത്താൻ നിങ്ങളെ കോതമ്പ് പോലെ വാറ്റേണ്ടതിന് കൽപ്പന ചോദിച്ചു. ഞാനോ നിന്റെ വിശ്വാസം പോയി പോകാതിരിപ്പാൻ നിനക്ക് വേണ്ടി അപേക്ഷിച്ചു. എന്നാൽ നീ ഒരു സമയം തിരിഞ്ഞു വന്ന ശേഷം നിന്റെ സഹോദരന്മാരെ ഉറപ്പിച്ചു കൊള്ളുക. നമുക്കറിയാം മറ്റൊരു സ്ഥലത്ത് പത്രോസ് ശക്തമായിട്ട് തീരുമാനമെടുത്തു, ആരെല്ലാം നിന്നെ തള്ളിപ്പറഞ്ഞാലും ഞാൻ നിന്നെ തള്ളിപ്പറയത്തില്ലെന്ന് അവന്റെ ബുദ്ധിയിൽ അവൻ എന്ത് ചെയ്തു, അവൻ പറഞ്ഞു. പക്ഷേ യേശു ക്രിസ്തു പറഞ്ഞു, കോഴി കൂന്നതിന് മുമ്പേ നീ 3 പ്രാവശ്യം എന്നെ തള്ളിപ്പറയും. കണ്ടോ, അവൻ യേശുവിൽ ആശ്രയിച്ചില്ല. പക്ഷെ ഇവിടെ എന്തില്ലേ, യേശുവിൽ ആശ്രയിച്ചാൽ അല്ലെങ്കിൽ പല വിഷയങ്ങളിൽ എന്താ പറയുമോ, പിശാച് കോതമ്പ് പോലെ പാറ്റാൻ എന്ത് ചെയ്യും, നമ്മളോട് ശ്രമിക്കും. പക്ഷെ അവിടെ നിന്നാണ് വിശ്വാസം പോയി പോകാതിരിക്കേണ്ടതിന് യേശു ക്രിസ്തു നമുക്ക് വേണ്ടി അപേക്ഷിക്കുന്നു, അല്ലെങ്കിൽ പത്രോസിന് വേണ്ടി അപേക്ഷിച്ചു. അപ്പൊ യഥാർത്ഥത്തിൽ പലപ്പോഴും നമ്മുടെ കൃപ കൊണ്ടോ നമ്മുടെ കഴിവ് കൊണ്ടോ ഒന്നും അല്ല നമ്മൾ നിൽക്കുന്നത്. കാര്യസ്ഥനാകുന്ന യേശു കർത്താവ്
അല്ലെങ്കിൽ എന്താണ്, നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന കർത്താവ് സ്വർഗത്തിൽ ഇരുന്നു കൊണ്ട് എന്ത് ചെയ്യാണ്? നമുക്ക് വേണ്ടി എപ്പോഴും പക്ഷപാതം ചെയ്യുകയാണ്. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ എന്താണ് തകർന്നു പോകാതിരിക്കുന്നത്. പിന്നീട് നമുക്ക് നിലനിൽക്കാൻ എന്താണ്? ഈ ദൈവത്തിന്റെ വചനം നമുക്ക് തന്നിരിക്കുക. 119 സങ്കീർത്തനം അതിന്റെ 11 വാക്യം പറയുന്നു, ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് നിന്റെ വചനത്തെ എന്റെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നു. അപ്പോൾ ദൈവത്തിന്റെ വചനത്തെ ഹൃദയത്തിൽ സംഗ്രഹിച്ചാൽ മാത്രമേ പാപം ചെയ്യാതെ വിശുദ്ധിയോടെ ജീവിപ്പാൻ കഴിയത്തുള്ളൂ. 119:9 പറയുന്നു, ബാലൻ തന്റെ നടപ്പിനെ നിർമ്മലമാക്കുന്നത് എങ്ങനെ? നിന്റെ വചനപ്രകാരം അതിനെ സൂക്ഷിക്കുന്നതിനാൽ തന്നെ. അപ്പൊ ബാലൻ തന്റെ നടപ്പിനെ നിർമ്മലമാക്കുന്നത് എങ്ങനെയാണ്? ദൈവത്തിന്റെ വചനപ്രകാരം സൂക്ഷിച്ചതിനാൽ തന്നെയാണ് ബാലന് തന്റെ നടപ്പിനെ നിർമ്മലമാക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് നമ്മുടെ യവന തലമുറകൾക്ക് ദൈവത്തിന്റെ വചനത്തിലുള്ള ഉപദേശം പഠിപ്പിച്ചു കൊടുക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ തലമുറകൾക്ക് നിൽക്കാൻ കഴിയുകയുള്ളൂ. ഇന്ന് ഞാൻ യവന തലമുറകളെ കുറ്റം പറയത്തില്ല. ആമേൻ. മാതാപിതാക്കളെ ഞാൻ പറയത്തുള്ളൂ. കാരണം നമ്മുടെ ആത്മീയ ക്ഷീണം കൊണ്ട്, നമ്മൾ യഥാർത്ഥമായിട്ട് ദൈവസ്നേഹം നഷ്ടപ്പെട്ടത് കൊണ്ട്, ആ മാതൃകയില്ലാത്തവരായി ജീവിക്കുന്നതുകൊണ്ട് നമ്മുടെ തലമുറകൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. അതിന് ഉത്തരവാദിത്വം നമ്മൾ തന്നെയാണ്. നമ്മളൊക്കെ എന്തുകൊണ്ടാണ് കൃപയിൽ നിന്ന്? നമ്മുടെ അപ്പച്ചന്മാരും അമ്മച്ചമാരും ഒക്കെ അവർ കൃപയിൽ നിന്നു ദൈവത്തിന് വേണ്ടി ശക്തമായി നിന്നവരായിരുന്നു. അനേക കഷ്ടങ്ങൾ സഹിച്ച് ഇല്ലായ്മയുടെ അനുഭവത്തിലും ദൈവത്തോടുള്ള ബന്ധം നിലനിർത്തിക്കൊണ്ട് പോയവരായിരുന്നു. അതുകൊണ്ടാണ് നമ്മളൊക്കെ ഇന്ന് കൃപയിൽ നിൽക്കാനുള്ള കാരണം. അപ്പോൾ നമ്മുടെ തലമുറകൾ കൃപയിൽ നിൽക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആഴമായിട്ട് വിശ്വാസമുള്ളവരാകണം, ആ മാതൃകയുള്ളവരാകണം. ദൈവകൃപയിൽ നമ്മൾ നിൽക്കണം. എങ്കിൽ മാത്രമേ ഇനിയുള്ള കാലങ്ങളിൽ നമ്മുടെ തലമുറയെ നിർത്താൻ കഴിയത്തുള്ളൂ. ഉപദേശം കൊണ്ടൊന്നും ഇനിയുള്ള തലമുറ നിർത്താൻ കഴിയത്തില്ല. നമ്മുടെ മാതൃക അവർ കാണണം, നമ്മുടെ വിശുദ്ധ ജീവിതം അവർ കാണണം, ദൈവവുമായിട്ടുള്ള ബന്ധം കാണണം, നമ്മുടെ വചനധ്യാനം അവർ കാണണം, നമ്മുടെ പ്രാർത്ഥനാ ബന്ധം അവർ കാണണം. എങ്കിൽ മാത്രമേ ഇനിയുള്ള തലമുറകളെ ദൈവത്തിന് വേണ്ടി നിലനിർത്തുവാൻ കഴിയുള്ളൂ. നമ്മൾ ദൈവത്തിന് സംശയങ്ങൾ ചോദിക്കുമ്പോൾ ദൈവം നിന്നെ കൊല്ലും, നിന്നെ ശിക്ഷിക്കുന്നു എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അതൊക്കെ പണ്ടത്തെ തലമുറയോട് പറഞ്ഞാൽ കേൾക്കും. പക്ഷെ ഇന്ന് ഇഷ്ടംപോലെ മാർഗങ്ങൾ അവർക്കുണ്ട്. അതുകൊണ്ട് ചോദിക്കുന്ന ചോദ്യത്തിന് നമ്മൾ മറുപടി കൊടുക്കേണ്ടി വരും. അത് സൗമ്യമായിട്ട് തന്നെ അവർക്ക് മറുപടി കൊടുക്കണം. ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? അതുകൊണ്ട് ഈ നാളുകളിൽ നമ്മൾ ദൈവത്തിന്റെ വചനപ്രകാരം നമ്മൾ ഒരുക്കപ്പെട്ടില്ലെങ്കിൽ, ദൈവത്തിന്റെ വചനപ്രകാരം നമ്മൾ നിന്നില്ലെങ്കിൽ നമ്മൾ വീണുപോകുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് യൂദയുടെ ലേഖനത്തിൽ ഒരു വാക്യം ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നു. യൂദയുടെ ലേഖനം 24 വാക്യം. ആ വാക്യം ഇങ്ങനെയാണ് പറയുന്നത്, വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ച് തന്റെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ളവന് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമ്മുടെ രക്ഷിതാവായ ഏകദൈവത്തിന് തന്നെ സർവകാലത്തിനും മുമ്പും ഇപ്പോഴും സദാകാലത്തോളവും തേജസ്സും മഹിമയും ബലവും അധികാരവും ഉണ്ടാകുമാറാകട്ടെ. വചനം പറയുന്നു, വീഴാതെ വണ്ണം നമ്മളെ സൂക്ഷിച്ച് തന്റെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ളവനാണ് നമ്മുടെ കർത്താവ്. അപ്പൊ വീഴാതെ വണ്ണം സൂക്ഷിക്കണമെങ്കിൽ അതിനെ പറയുന്നത് തന്നെത്താൻ സൂക്ഷിക്കുന്നവനെ ദൈവം സൂക്ഷിക്കുന്നു. 1 യോഹന്നാൻ 5-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നു, നമ്മൾ തന്നെത്താൻ സൂക്ഷിച്ചാൽ ദൈവം നമ്മളെ സൂക്ഷിക്കും. അങ്ങനെയെങ്കിൽ വീഴാതെ വണ്ണം നമ്മളെ സൂക്ഷിപ്പാൻ കഴിവുള്ള കർത്താവിന്റെ സന്നിധിയിലേക്ക് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. ആ കൃപയുടെ വചനത്തിൽ നമുക്ക് ആശ്രയിക്കാം. കാരണം ഇന്ന് അനേകരെ വീഴ്ത്തിക്കളയുവാൻ തക്കവണ്ണം പിശാച് പല പദ്ധതികളും ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് പൗലോസ് ഇപ്രകാരം പറഞ്ഞു വെച്ചു. അപ്പോസ്തല പ്രവൃത്തി 20-ാം അധ്യായം അതിന്റെ 28-ാം വാക്യത്തിൽ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നു. അവിടെ പറയുന്നത് എങ്ങനെയാണ്? നിങ്ങളെ തന്നെയും താൻ സ്വന്തം രക്തത്താൽ സമ്പാദിച്ചിരിക്കുന്ന ദൈവത്തിന്റെ സഭയെ മേയ്പ്പാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ അധ്യക്ഷരാക്കി വെച്ച ആട്ടിൻകൂട്ടത്തെ മുഴുവനും സൂക്ഷിച്ചുകൊള്ളുവീൻ. അപ്പോൾ യഥാർത്ഥത്തിൽ ഒരു ഇടയന്റെ ദൗത്യം ആട്ടിൻകൂട്ടത്തെ മുഴുവനും എന്ത് ചെയ്യണം? സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വമുണ്ട്. കൃത്യമായ വചനത്തിലൂടെ ശിക്ഷകൾ കൊടുത്ത് ദൈവവചനാവുന്ന ഭക്ഷണം കൊടുത്ത് എന്ത് ചെയ്യണം? അവരെ കൃത്യമായിട്ട് വളർത്തിയെടുക്കണം. എന്നിട്ട് പറയുന്നു, പൗലോസ് പറയാണ്, ഞാൻ പോയ ശേഷം ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ കിടക്കുമെന്ന് ഞാൻ അറിയുന്നു. പൗലോസ് ആത്മാവിൽ പ്രവചിച്ചു വെക്കുന്നു, ഞാൻ ഇവിടെ ഉള്ളപ്പം ഒരു ചെന്നായ്ക്കളും അകത്ത് കിടക്കത്തില്ല, പക്ഷേ ഞാൻ പോയ ശേഷം ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ കിടക്കും. അടുത്ത് പറയുന്നു 30-ാം വാക്യം, ശിഷ്യന്മാരെ തങ്ങളുടെ പിന്നാലെ വലിച്ചു കളവാനായി വിപരീത ഉപദേശം പ്രസ്താവിക്കുന്ന പുരുഷന്മാർ നിങ്ങളുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കും. കണ്ട, വിപരീത ഉപദേശം, വചനത്തില്ലാത്ത തെളിവില്ലാത്ത കാര്യങ്ങൾ, മാനുഷികമായ ഉപദേശങ്ങൾ കൊടുത്തുകൊണ്ട്
ഇന്നെന്ത് ചെയ്യാണ്? വിപരീതമായ ഉപദേശങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അല്ലെ? മീശ പിടിക്കണം, വെള്ള ഷർട്ട് ഇടണം, ഇങ്ങനെ ഒരുപാട് മാനുഷികമായ കൽപ്പനകള്. ചിലർ പറഞ്ഞ് രാത്രിയിൽ മാത്രമേ കത്രിമേശ കിടക്കാവൂ. ഇങ്ങനെയൊക്കെ മാനുഷികമായ കൽപ്പനകളുമാ കൊടുത്തുകൊണ്ട് യഥാർത്ഥമായി ദൈവിക കൽപ്പനകളെ മാറ്റിവെച്ചിരിക്കുകയാണ്. അവിടെ പറഞ്ഞത്, ശിഷ്യന്മാരെ തങ്ങളുടെ പിന്നാലെ വലിച്ചു കളവാനായി വിപരീത ഉപദേശം പ്രസ്താവിക്കുന്ന പുരുഷന്മാർ നിങ്ങളുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കും. എന്നിട്ട് പറയുന്നു, അതുകൊണ്ട് ഉണർന്നിരിപ്പീ. അപ്പോൾ നമ്മളോട് പറയുന്ന ദൈവം പറയുന്നതാണ്, നമ്മൾ എന്ത് ചെയ്യണം? ഉണർന്നിരിക്കണം. അല്ലെങ്കിൽ എന്ത് ചെയ്യും? വിപരീത ഉപദേശം പ്രസ്താവിക്കുന്ന പുരുഷന്മാർ നമ്മളുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ നാളുകളിൽ ദൈവവചന പ്രകാരം നമുക്ക് ഒരുക്കപ്പെട്ട് ജീവിക്കാം. അല്ലെങ്കിൽ നമ്മൾ വീണുപോകുവാൻ സാധ്യതയുണ്ട്. അങ്ങനെ ദൈവകൃപയിൽ കർത്താവ് നമ്മളെ സൂക്ഷിക്കട്ടെ. വീഴാതെ വണ്ണം നമ്മെ നിർത്തുവാൻ കഴിവുള്ള കർത്താവിന്റെ കരങ്ങളിലേക്ക് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്.